അലമ്പ് കനത്തു, കസേരമോഹികളെ ഡൽഹിക്ക് വിളിപ്പിച്ചു. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 7:15 വിമാനത്തിൽ ഈ 3 പേരും ഡൽഹിയിലേക്ക് പുറപ്പെടും. നാളെ രാവിലെയാണ് നിർണായകമായ ചർച്ച പുരോഗമിക്കുക. പ്രധാനമായും 3 കാര്യങ്ങളാണ് AICC നിരീക്ഷകരായ മുകുൾ വാസനിക്കും അജയ് മാക്കനും ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് MLA-മാരുടെ നിലപാടാണ്. 63 MLA-മാരെ ഈ 2 പേരും വ്യക്തിപരമായി കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്നുള്ള കാര്യമാണ് ആദ്യം ചർച്ചയ്ക്കെടുക്കുക. 50 MLA-മാർ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നുള്ള നിലപാട് എടുത്തിരിക്കുന്നു എന്നാണ് അവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്നറിയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഘടകകക്ഷികളുടെ നിലപാടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതും ചർച്ചയ്ക്കെടുക്കും. മൂന്നാമത്തേത് പൊതുവിൽ ജനവികാരത്തെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. ജനവികാരം മാനിക്കണമെന്നാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വി.ഡി. സതീശൻ സംസ്ഥാനത്ത് ആകമാനം ഇന്നലെ മുതൽ തനിക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. ആ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പൊതുവികാരവും തനിക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാനുള്ള വി.ഡി. സതീശന്റെ നിലപാടിന് വലിയ കനത്ത തിരിച്ചടിയാണ് ഏറ്റത്. ഹൈക്കമാൻഡ് ഈ മൂന്നാമത്തെ റിപ്പോർട്ടിലെ കാര്യത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു. കാരണം അത് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ്, പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഈ തെരുവിലിറങ്ങിയ പ്രകടനം എന്ന നിലയിലാണ് ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനവികാരം എന്ന് പറയുന്ന മൂന്നാമത്തെ പോയിന്റ് തീർച്ചയായിട്ടും വി.ഡി. സതീശന് എതിരായിട്ടാണ് ഭവിക്കുക എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. വി.ഡി. സതീശന് അനുകൂലമായി തെരുവിലിറങ്ങിയവർക്ക് എതിരായി നടപടി ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകടനം വി.ഡി. സതീശന് പ്രതികൂലമായിരിക്കുകയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഇന്ന് രാഹുൽ ഗാന്ധി ഹരിയാനയിലാണുള്ളത്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹം ഡൽഹിയിൽ മടങ്ങിയെത്തും. അതിനുശേഷം നാളെ രാവിലെ മല്ലികാർജുന ഖാർഗെ അടക്കമുള്ളവരുമായി ചർച്ച നടത്തും. KC വേണുഗോപാൽ നിലവിൽ ഡൽഹിയിലുണ്ട്. എന്തു തന്നെയായാലും നാളത്തെ ചർച്ച നിർണായകമാണ്. ഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിന് ഒപ്പമാണ് നിൽക്കുന്നത് എന്നുകൊണ്ട് തന്നെ KC വേണുഗോപാലിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യത എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള MLA-മാരുടെ വികാരത്തെ ഹൈക്കമാൻഡ് കണക്കിലെടുത്താൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും. നാളെ വൈകിട്ടോടുകൂടിയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോടുകൂടിയോ അന്തിമമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിന് മുൻപായി ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി മുകുൾ വാസനിക്കും അജയ് മാക്കനും കേരളത്തിലേക്ക് എത്തുമെന്ന് കരുതുന്നു. ഈ 63 MLA-മാരെയും വിളിച്ചുകൂട്ടി ഡൽഹിയിലെടുത്ത തീരുമാനം, അതായത് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലെ തീരുമാനം ഒരു പ്രമേയത്തിലൂടെ അവതരിപ്പിക്കുകയും ഈ 63 MLA-മാരുടെ ഐകകണ്ഠേനയുള്ള നിലപാട് എടുക്കുകയും അന്തിമ പ്രഖ്യാപനം ആ ഒരു സമ്മേളനത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗിലാണ് ഉണ്ടാവുക. അത്തരത്തിൽ ഒരിക്കൽ കൂടി മുകുൾ വാസനിക്കും അജയ് മാക്കനും കേരളത്തിലേക്ക് വരും. അന്തിമമായ പ്രഖ്യാപനം ഉണ്ടാകും. ഒടുവിൽ ഞായറാഴ്ചയോടുകൂടി, പരമാവധി ഞായറാഴ്ചയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ആരാണെന്ന് തീർച്ചയായും അറിയാൻ കഴിയും. എന്റെ പൊന്ന് സഹോദര, എന്റെ ചേട്ടാ, അവനെ സതീശനെ കേട്ടല്ലേ, സതീശനെ വേണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇനി ആ പിന്നാക്കനകത്തോട്ട് അവൻ നിന്ന് ചരിവുള്ളവനാ. അത് വേണ്ട മക്കളെ. അത് മക്കളെ എങ്ങനെയും ഒന്ന് ചെയ്തു നോക്കും. ഞങ്ങള് എല്ലാരും ഒരു ഭയങ്കര കുടുംബക്കാരാ. ഞാൻ അടൂരിലാ വിളിക്കുന്നത്. പേരോ? എന്റെ പേര് സന്തോഷ്. സന്തോഷ്. ഇവൻ വന്നാൽ എന്ത് സംഭവിക്കും കേരളത്തില്? ഈ സതീശൻ കേരളത്തിൽ നശിപ്പിക്കാനോ അവൻ നിൽക്കുക. ഇവൻ കേരളം മുടിപ്പിക്കുവോ? മുടിപ്പിക്കും. അവന് അനുയോജ്യ, പിണറായിക്ക് അനുയോജ്യവാ. മടുത്തല്ലേ? 10 കൊല്ലം കൊണ്ട് മടുത്തല്ലേ? നന്നാക്കി നമുക്ക് തന്നു. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.